ഔദാര്യമാനസൻ എന്ന് പറയുമ്പോൾ കൊടുക്കുന്നവൻ, സഹായിക്കുന്നവൻ, മനസ്സ് തുറന്ന് ദൈവരാജ്യത്തിനും ദൈവപ്രവർത്തിക്കും വേണ്ടി ചെയ്യുന്നവൻ, തകർന്നവരെയും ദരിദ്രരെയും സഹായിക്കുന്നവൻ, ദൈവവേലയിൽ ചെയ്യുന്ന സെർവ്, ഇതെല്ലാം അതിനകത്ത് വരും. സ്തോത്രം. ആ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ വിതയ്ക്കുക അല്ലെങ്കിൽ കൊടുക്കുക, സഹായിക്കുക എന്ന ഒരു വാക്കാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 6 മുതൽ 10 വരെ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. നമ്മുടെ ജീവിതത്തിൽ വിതയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു മണി വിതച്ചാൽ അതിൻ്റെ മുകളിൽ എത്ര മണി വരും? 100 കണക്കിന് മണികൾ വരുവാനിടയായിത്തീരും. വിത എന്ന് പറയുന്നത് ഒരിക്കലും ലാഭമല്ല. വിതയ്ക്കുന്നവൻ എപ്പോഴും പ്രോഫിറ്റ് കണ്ടുകൊണ്ടാ വിതയ്ക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ ഫലം കായ്ക്കും. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ഗോതമ്പ് മണി കാൽവറി ക്രൂശാകുന്ന ചക്കിലൂടെ അരയപ്പെട്ടപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ, ശിഷ്യന്മാർ പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്നും അനേക പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതം ഒരു 70 വർഷം കൊണ്ട് 80 വർഷം കൊണ്ട് ഓടി തീർത്ത് അവസാനിപ്പിക്കാനുള്ളതല്ല. നിങ്ങൾ ഓരോരുത്തരും ഒരു പ്രൊഡക്റ്റീവ് സീഡാണ്. നിങ്ങളുടെ അകത്ത് ഒരു പവറുണ്ട്. ആ നിങ്ങളുടെ അകത്ത് മറഞ്ഞിരിക്കുന്ന ആ പവർ നിങ്ങൾക്കിതുവരെ മനസ്സിലായിട്ടില്ല. ദൈവം ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. വലിയൊരു പ്രൊഡക്റ്റീവ് സീഡാണ്. നിങ്ങളുടെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന മണി, 100 കണക്കിന് മണികൾ നിങ്ങളുടെ സ്റ്റേറ്റിലും മാത്രമല്ല, ഇത് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നു. നാം മനസ്സിലാക്കേണ്ടത്, നാം ഒരു കടയിൽ വിത്ത് മേടിക്കുമ്പോൾ ആ വിത്തിന്റെ പുറത്ത് എഴുതിയിരിക്കും, ആ കവറിന്റെ പുറത്ത് എഴുതിയിരിക്കും, ഇത് ഇത്ര മാസത്തിനകം കായ്ക്കും, ഇത് വളരെ പ്രൊഡക്റ്റീവാണ്, ഇതിന്റെ ടേസ്റ്റ് ഇന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ നമ്മളെക്കുറിച്ച്, ഈ സൂമിൽ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ നാം ജേർണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സീസൺ കഴിഞ്ഞു. ഒരു കാലത്ത് നിങ്ങൾ പ്രോഫസീസ് ഒരുപാട് കേട്ടു. ഇനിയും കേട്ടോണ്ടിരിക്കാനുള്ള സമയമല്ല, അത് നിവർത്തീകരിക്കാനുള്ള സമയമാണ്. ആ നിവർത്തീകരണത്തിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ, വിതകൾ, ഹാർവെസ്റ്റുകൾ, ഇതെല്ലാം നാം ചെയ്തെടുക്കണം. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ സഭയിൽ തന്നെ വലിയ മാറ്റം സംഭവിക്കും. നിങ്ങളുടെ ഈ കാബോദ് എന്ന് പറഞ്ഞ ആ യൂട്യൂബ് ചാനലിനകത്ത് വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും. അപ്പോൾ തന്നെ ചിലരുടെ വിവാഹം, ഏകരായി ഒറ്റയ്ക്കിറങ്ങി നിൽക്കുന്ന, ആരുമില്ലാത്ത ചിലരുടെ വിവാഹം നടക്കാൻ പോകുന്നു. ദൈവം ചില വാതിലുകൾ ദൈവം അത്ഭുതകരമായ നിലയിൽ തുറക്കാൻ പോവുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഔദാര്യ മനസ്സൻ പുഷ്ടി പ്രാപിക്കും. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. കൊടുക്കുന്ന കാര്യത്തിൽ
മനസ്സ് കുറച്ച് ചെയ്താൽ അതുപോലെ കിട്ടും. മനസ്സോടെ ചെയ്താൽ നിറയെ നമുക്ക് തിരിച്ചു കിട്ടുവാൻ തക്കോണം ഇടയായി തീരും. ഏതു മനുഷ്യനും ഒരു പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം വലിയൊരു പ്രോഫിറ്റ് ആഗ്രഹിച്ച് എന്തുവാ? ലോകത്തെ മുഴുവൻ പിടിക്കാൻ ഒരു സീഡ് തനിക്കുണ്ടായിരുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവാ. ആ യേശുക്രിസ്തുവിനെ താനായിട്ട് വിതയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മളെ പോലുള്ള ഒരുപാട് സീഡുകൾ പുറത്തു വന്നു. ഇന്ന് ഒരുപാട് മിഷണറിമാർ അവിടെ ഇവിടെ മരിക്കുന്നു, കഷ്ടപ്പെടുന്നു, ജയിലിലാകുന്നു. ചിലപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലാ എത്തുമെന്ന് നമുക്കറിയാൻ പറ്റുകയില്ല. പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ അനേക പുതിയ വിത്തുകൾ, ഫലങ്ങൾ പുറത്തു വരിക. പൗലോസ് അന്ന് ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് ഉറക്കളപ്പ്, പട്ടിണി, കാരാഗ്രഹം, ജയിൽവാസം, ഇതിലൂടെ എല്ലാം പോയതിന്റെ ഫലമായിട്ടാണ് ആ സുവിശേഷം പല രാജ്യങ്ങളിലെത്തി. അത് അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ, അനേകം നിജപുത്രന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. പിന്നെ എവിടെങ്കിലുമൊക്കെ ഒരു കഷ്ടത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉന്നതമേറിയ ഒരു അവകാശത്തിൽ ചെല്ലുവാൻ പറ്റുകയുള്ളൂ. വേദനയില്ലാതെ ഒരു നേട്ടമില്ല. 2, മുള്ളില്ലാതെ ഒരു കിരീടമില്ല. 3, കുരിശില്ലാതെ, മുള്ളില്ലാതെ ഒരു സിംഹാസനമില്ല, കുരിശില്ലാതെ ഒരു കിരീടമില്ല. നമ്മുടെ ജീവിതത്തിൽ കുരിശിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓർത്തോണം, നമുക്ക് ചില ക്രൗണുകൾ വെളിപ്പെടാൻ പോകുന്നു എന്ന്. പിന്നെ കഷ്ടതകൾ വരുമ്പോൾ, ട്രയൽസ് വരുമ്പോൾ, നാം സ്ട്രഗിളിങ്ങിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകരുത്. ആമേൻ. ഇതിനപ്പുറത്തൊരു വലിയ ദൈവപ്രവൃത്തി നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പോകുന്നു. നമ്മുടെ ജീവിതം അവിടെ കൊണ്ട് തീരുകയല്ല. ഒരു ബിഗിനിങ്, ഒരു ന്യൂ ബിഗിനിങ്, ഒരാരംഭം സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. 2 തിമോത്തിയോസ് 1:16 ഒന്ന് വായിച്ചാട്ടെ. 2 തിമോത്തിയോസ് 1:16. അവിടെ എഴുതിയിരിക്കുന്നു, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനോസിഫോരോസ് എന്നവിടെ എഴുതിയിരിക്കുന്നു. വെരി ഓഫൻ റീഫ്രഷ്ഡ് മീ. ആമേൻ. അവിടെ ഒനോസിഫോരോസ് അല്ലെങ്കിൽ ഒനോസിമോസ് എന്ന് പറയുമ്പോൾ ബ്രിങ്ങിങ് പ്രോഫിറ്റ് എന്ന അതിന്റെ അർത്ഥം. ബ്രിങ്ങിങ് പ്രോഫിറ്റ്. ആമേൻ. ലാഭം വരുത്തുന്നവൻ. നാം മനസ്സിലാക്കേണ്ടത്, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിന് ലാഭമുണ്ടാക്കുന്നവരായിട്ടാണ്. ദൈവരാജ്യത്തിന് എങ്ങനെ ലാഭമുണ്ടാക്കും? ആത്മാക്കളെ നേടുമ്പോൾ ദൈവരാജ്യത്തിന് ലാഭം വരും. അത് നമ്മുടെ ജീവിതത്തിലും വലിയ ലാഭം, പ്രോഫിറ്റ് ഉണ്ടാകുവാൻ ഇടയായി തീരും. ഒനോസിഫോരോസ് എന്ന് പറയുമ്പോൾ റീഫ്രഷ് ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങളെ തണുപ്പിക്കുന്നവൻ. അപ്പോസ്തലനായ പൗലോസ് ഒനോസിഫോരോസിനെ കുറിച്ച് പറയുന്നത്, അവൻ ഹൃദയങ്ങളെ തണുപ്പിക്കുന്നവനായിരുന്നു. ഈ കാലങ്ങളിൽ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ഇന്ന് ചോദിക്കാം. ലോകം എവിടെ നാം സഞ്ചരിച്ചാലും മുറിക്കുന്നവർ ഒരുപാടുണ്ട്, തണുപ്പിക്കുന്നവരും വെച്ചു കെട്ടുന്നവരും വളരെ ചുരുക്കമാണ്. എന്നാൽ മുറിവേറ്റ് കിടക്കുന്നവർ ധാരാളമാണ്. വേദനപ്പെട്ട് കിടക്കുന്നവർ, വഴി അടഞ്ഞു നിൽക്കുന്നവർ ഒക്കെ ധാരാളമാണ്. എൻ്റെ ഈ ഫോണിൽ ഒരു ദിവസം വരുന്ന കോള്, 100 കണക്കിന് കോളിനകത്ത് സന്തോഷമായിരിക്കുന്നു എന്നൊരു വർത്തമാനത്തെക്കാൾ ഉപരി വേദനകളും പ്രശ്നങ്ങളും മാത്രം. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്
തണുപ്പിക്കുന്നവൻ എന്തോ കിട്ടും? തണുപ്പ് കിട്ടും. നിങ്ങൾക്ക് എത്ര പേർക്ക് മറ്റുള്ളവരെ തണുപ്പിക്കാൻ കഴിഞ്ഞു? എത്ര പേർക്ക് മറ്റുള്ളവരെ തണുപ്പിൽ മുറിവേറ്റ് കിടക്കുന്നവരുടെ മുറിവുകളെ കെട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്? ചിലപ്പോൾ നമ്മളെ ദ്രോഹിച്ചിരിക്കുന്നവരായിരിക്കാം, നമ്മളെ തകർത്തവരായിരിക്കാം. അതുകൊണ്ടാ പൗലോസ് ഫിലോമോനോട് പറയുന്നത്, അവൻ നിനക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ മുമ്പുള്ള കാര്യങ്ങളെല്ലാം മറന്ന് അവനെ നീ സ്നേഹിക്കണം, അവനെ നീ കൈക്കൊള്ളണം എന്ന് പറയുവാനുള്ള കാരണം. സ്തോത്രം. ഹൃദയം തണുപ്പിക്കുന്നവൻ എന്തോ കിട്ടും? തണുപ്പ്. ഔദാര്യ മാനസന് പുഷ്ടി കിട്ടുമെങ്കിൽ ഹൃദയം തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. നിങ്ങൾ ആരുടെയെങ്കിലും ഹൃദയം ഒന്ന് തണുപ്പിച്ചു നോക്കിയേ, നിങ്ങളുടെ ഹൃദയം തണുക്കും. ആര് തണുപ്പിക്കും? ദൈവം നിങ്ങളെ തണുപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസം കിട്ടും. നാം നമ്മുടെ മക്കളുടെയും ഭർത്താവിന്റെയും ഭാര്യയുടെയും മാത്രം കാര്യം പ്രാർത്ഥിക്കാതെ ലോകത്തിലുള്ള കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി നോക്കിക്കേ. അതിന്റെ ഒരു റിസൾട്ട് നമ്മുടെ വീട്ടിലും സഭയിലും വരും. വേൾഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭ, ആമേൻ, വേൾഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിത്തം നമ്മുടെ സഭയ്ക്ക് ഒരു ബ്ലെസ്സിങ് ദൈവം തരും. മറ്റുള്ളവരുടെ മുറിവുകൾ കെട്ടുന്ന നിമിത്തം നമ്മുടെ മുറിവുകൾ, ആമേൻ, കെട്ടുക മാത്രമല്ല, ഒരു തണുപ്പ് നാം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേൻ. ഒനോസിഫോരോസിനെ കുറിച്ച് പറയുമ്പോൾ, ആമേൻ, ആ ഒനോസിഫോരോസ് ഒരു വിശ്വസ്തനായിരുന്നു. ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്, ഫെയ്ത്ത്ഫുൾ ടു മെൻ, ഫെയ്ത്ത്ഫുൾ ടു തന്റെ സ്പിരിച്വൽ ഫാദറിനോട് വിശ്വസ്തനായിരുന്നു. ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളും നിങ്ങളെ ശുശ്രൂഷിച്ചവരെ മറക്കരുത്. നിങ്ങളെ എന്നും ശുശ്രൂഷിക്കുന്നവരെ, ദൈവവചനം തന്ന് നടത്തുന്നവരെ ഒരിക്കലും മറക്കരുത്. അവരുടെ ജീവിതത്തിൽ, ആമേൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മുടെ ആത്മീക പിതാവിനെ നാം ഉയർത്തി പറയുന്നവരായിരിക്കണം. ആമേൻ. അവരെ കുറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ദൈവികമായ സ്ഥാനവും പ്രാർത്ഥനയും ബഹുമാനവും നാം കൊടുക്കണം. അത് നമ്മുടെ ജീവിതത്തിലെല്ലാം ബ്ലെസ്സിങ് ആയി തീരുവാനിടയായി തീരും. എൻ്റെ വീട്ടിൽ 1969 മുതൽ പാസ്റ്റർമാര് വരികയും താമസിക്കുകയും ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അവരെ ഒരുപാട് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷയുടെ ഫലമായി ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം വലിയൊരു അനുഗ്രഹം ദൈവം തന്നു. ഒരിക്കലും നാം ചെയ്യുന്ന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ തോൽവിയല്ല, ഒരു വിക്ടോറിയസ് ലൈഫായി, ഒരു വിജയമായി ദൈവം മാറ്റും. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനോസിഫോരോസ്, വിശ്വസ്തനായ ശിഷ്യൻ, ഗുരുവിന് ലാഭം വരുത്തുന്നവനായിരിക്കും. നിങ്ങൾ വിശ്വസ്തയായ ഒരു ശിഷ്യയാണെങ്കിൽ, ഒരു ശിഷ്യനാണെങ്കിൽ, നിങ്ങൾ കർത്താവിന് ആരായിരിക്കും? ലാഭം വരുത്തുന്നവരായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ലാഭമുണ്ടാക്കാൻ ഒരു പാസ്റ്റർ ആകണമെന്നില്ല. ലാഭമുണ്ടാക്കാൻ നിങ്ങൾ ഗുരുവിന്, ദൈവത്തിന്റെ മുൻപിൽ വിശ്വസ്തത പുലർത്തി നിന്നാൽ ദൈവം നിങ്ങൾക്ക് ലാഭം തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു കുടുംബം പോലും തോറ്റുപോയിട്ടില്ല, തകർന്നു പോയിട്ടില്ല. അവരുടെ ജനറേഷണൽ ടു ജനറേഷണൽ വലിയ ബ്രേക്ക് ത്രൂ, വലിയ ബ്ലെസ്സിങ്സ് ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. നാം കർത്താവിന്റെ ശിഷ്യനായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന് ലാഭം വരുത്തുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് വളരെ ലാഭം ഉണ്ടാക്കുന്നവരായിരിക്കണം. സ്തോത്രം. ഇന്ന് നമുക്ക് കണ്ടുവരുന്നത് ധാരാളം വ്യക്തികൾ ദൈവരാജ്യത്തെ പണിയുന്ന ബിൽഡേഴ്സ് അല്ല, ഡാമേജ് ഉണ്ടാക്കുന്നവരാണ്.
അതുപോലെ ആമേൻ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരും ദൈവരാജ്യത്തിന് വിരോധമായി പ്രസംഗിക്കുന്നവരുമാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതാവസാനം വരെ ദൈവരാജ്യത്തിന് വിരോധമായി ഒരു കാര്യം പോലും പറയുവാൻ പാടില്ല. മറ്റുള്ളവരെ തണുപ്പിക്കുന്ന, വെച്ചുകെട്ടുന്ന ഹൃദയമുള്ളവരായിരിക്കണം. സ്തോത്രം. ദൈവരാജ്യത്തിന്റെ റിയാലിറ്റി, ആ ഉള്ള സത്ത കളയുന്നവരാണ് അനേകർ. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആമേൻ, ദൈവരാജ്യത്തിന്റെ ആ വലിയ റിയാലിറ്റി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. സ്തോത്രം. പൗലോസ് ഒനോസിമോസിനെ കുറിച്ച് പറയുന്ന ഒരു വേടുണ്ട്. അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. എന്തെല്ലാം ശുശ്രൂഷ, അതിനെ എന്തെല്ലാം എന്നുള്ളതിന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു വേടുണ്ട്, ഹാസാസ്. ഹാസാസ് എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. സെർവ് ഇൻ ദ ടേബിൾ, മേശമേൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ആവശ്യങ്ങളെ അറിഞ്ഞ് സഹായിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഹൃദയം തണുപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഒനോസിമോസിനെ കുറിച്ച് ഇത്രയും പറയുവാനുണ്ടായ കാരണം, ഒനോസിമോസ് പൗലോസ് കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ ചെന്ന് കാണുകയും താൻ എഴുതുന്ന ചുരുളുകൾ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുകയും തൻ്റെ പുസ്തകങ്ങൾ, ആമേൻ, തനിക്ക് തൂവാലകൾ, ആമേൻ, അതുപോലെ തൻ്റെ ഷാള ഇതെല്ലാം കൊണ്ട് കൊടുക്കുകയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഒരുപാട് പേര് കാരാഗൃഹത്തിലായിരുന്നപ്പോൾ തന്നെ വിട്ടുപോയി. എന്നാൽ ചില വ്യക്തികളുണ്ട്, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ആ വ്യക്തിയെ കൈവിടാത്തവരുണ്ട്. യേശുവിന്റെ കൂടെ നിന്നവരും യേശുവിന്റെ ക്രൂശീകരണ സമയത്തും വിട്ടുപോയവരുണ്ട്. എന്നാൽ നിന്നവരെ കുറിച്ച് പ്രത്യേകമായ ചില കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതു സാഹചര്യങ്ങൾ വന്നാലും ആ സാഹചര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നാം മനസ്സിലാക്കേണ്ടത്, ആമേൻ, അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു. ഇന്ന് കർത്താവ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്തു? ഇന്നും പൂരിപ്പിക്കാൻ ചില ഭാഗങ്ങളില്ലേ, നമ്മള് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, സമയമുണ്ടായിട്ടും ചെയ്യാത്ത കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ മറന്നുപോയത് വീണ്ടും ഓർക്കുക. ഈ പ്രാർത്ഥനയുടെ എനിക്ക് തോന്നുന്നു 16-ാം ദിവസമാണെന്ന് തോന്നുന്നു. ഈ 16-ാം ദിവസത്തിൽ അനേക ദൈവദാസന്മാർ നമ്മുടെ നടുവിൽ ശുശ്രൂഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ തണുപ്പുകൾ ലഭിച്ചു. വചനം, ആ വചനത്തിൽ ശക്തിപ്പെടണം. നമ്മുടെ പേഴ്സണൽ പ്രയർ ലൈഫ് നാം ബിൽഡ് ചെയ്യണം. ആമേൻ. ഫാസ്റ്റിങ്ങിൽ മാത്രം ഇരുന്നത് കൊണ്ടായില്ല. നമ്മുടെ പ്രാർത്ഥനകൾ, ആമേൻ, ബിൽഡ് ചെയ്യണം. നിരന്തരം ബിൽഡ് ചെയ്യണം നാം പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, ആമേൻ, ദൈവം ചില വ്യക്തികളെ ഭയങ്കരമായി സ്പർശിക്കാൻ പോകുന്നു. ഇത് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനകത്തുനിന്ന് ചില ഒനോസിമോസുമാർ എഴുന്നേക്കാൻ പോവാം. ദൈവരാജ്യത്തെ ശുശ്രൂഷിക്കുന്ന ചില ഒനോസിമോസുമാർ എഴുന്നേൽക്കാൻ പോകുന്നു. ആമേൻ. അനേക നിജപുത്രന്മാർ നിങ്ങളിലൂടെ ജനിക്കാൻ പോകുന്നു. അനേക സ്പിരിച്വൽ സൺ ഡോട്ടേഴ്സ് ജനിക്കാൻ പോകുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം ഓർപ്പിക്കുന്നു. ആറുമുറിക്കട എന്ന് പറയുന്ന ഒരു സ്ഥലം, ആറുമുറിക്കട,
ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിനടുത്തുനിന്ന് ഉള്ള ഒരു ഫാമിലി ഇതിനകത്ത് കർത്താവിനെ കാണിക്കുന്നു. കർത്താവ് ചില കുടുംബങ്ങളെ ഇന്ന് പകൽ തൊടാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം സ്പർശിക്കും. ഒരു ഫ്രാൻസിസിന്റെ ഫാമിലിയെ ദൈവം തൊടും. കർത്താവ് പറയുന്നു, ഫ്രാൻസിസിന്റെ ഫാമിലിയെ കർത്താവ് തൊടുന്നു. ആ കുടുംബത്തിനകത്ത് അവരുടെ ജീവിതത്തിൽ വലിയ ചില മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ, വിടുതലുകൾ ദൈവം കൽപ്പിക്കാൻ പോകും. നിങ്ങളുടെ വീടിനകത്ത് ഒരു സുവിശേഷീകരണത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന, ആമേൻ, ഒരു വിതയുടെ കാലമായിട്ട് കർത്താവ് ഷീനായുടെ ആ കുടുംബത്തെ ദൈവം കാണിക്കുന്നു. ദൈവം ഒരു വലിയ സീസണബിൾ, നിങ്ങളെ ഒരു പ്രൊഡക്റ്റീവ് സീഡായി കർത്താവ് കണ്ടിരിക്കുന്നു. നിങ്ങൾക്കതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ പാടുള്ളതല്ല. ദൈവം ഒരു വലിയ ബ്രേക്ക് ത്രൂ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ കൽപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളെ ദൈവം ചില മിനിസ്ട്രി ഓറിയന്റഡ് ആയി നിർത്തുക മാത്രമല്ല, നിങ്ങളിലൂടെ ചില പണിക്കർ ഫാമിലികൾ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം ചില പണിക്കർ ഫാമിലികളെ നിങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരും. ആ ഷീനായുടെ ഫാമിലിയോട് ആ ദൈവം സംസാരിക്കുന്നത്, അവരുടെ കുടുംബത്തിനകത്ത് ദൈവം ചില പണിക്കർ ഫാമിലികളെ ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. മുറിവേറ്റ് കിടക്കുന്ന ചിലരെ അവിടെ തണുപ്പിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ പോകുന്നു. ഹല്ലേലൂയ. ആ ഷീനയോട് കർത്താവ് ഓർപ്പിച്ച കാര്യം മറക്കരുത്. ഷീന ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ആ കുടുംബത്തെ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നു എന്ന് കർത്താവ് എന്നെ കാണിക്കുന്നു. സ്തോത്രം. എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു, എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. നാം ചിന്തിക്കുന്നത് ഒരു പ്രസംഗം മാത്രമല്ല ശുശ്രൂഷ. ദൈവിക കാര്യത്തോടുള്ള ബന്ധത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്താൽ അതൊരു സെർവ് ചെയ്യുകയാണ്, ഒരു ശുശ്രൂഷയാണ്. ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട് ഒരു ഓഫറിംഗ് ബോക്സ് എടുത്തോണ്ട് നടന്ന് അതെടുക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. നമ്മുടെ ജീവിതത്തിൽ അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു, അതൊരു ഓർമ്മയായി നിൽക്കുകയാണ്. നിശ്ചയമായിട്ടും ദൈവരാജ്യത്തിന് വേണ്ടി നാം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ബിബ്ലിക്കലായി മറന്നിട്ടില്ല. നിശ്ചയമായിട്ടും നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെല്ലാം നോട്ട് ചെയ്യും. ഇവിടെ കാണാൻ കഴിയുന്നത് ശുശ്രൂഷയുടെ പീക്ക് ടൈമിൽ, ഉന്നത നിലയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ ഒത്തിരി ഫാൻസ് കാണും, ഒത്തിരി ആൾക്കാർ കാണും. എന്നാൽ ഒറ്റപ്പെടലിന്റെയും ഉപദ്രവത്തിലൂടെ പോകുമ്പോഴും യഥാർത്ഥ ശിഷ്യൻ മാത്രമേ കൂടെ നിൽക്കുകയുള്ളൂ. ലോകത്തിൽ എവിടെ ചെന്നാലും ഒറ്റപ്പെടുത്തലുകളുണ്ട്. കൂടെ നിൽക്കുന്നവർ മാറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം വരുമ്പോഴും തളർന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവരായി തീരരുത്. മറ്റുള്ളവരുടെ മുറിവുകളെ വെച്ചു കെട്ടുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. സ്തോത്രം. ഒരു യഥാർത്ഥ ശിഷ്യന് മാത്രമേ കൂടെ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. കഷ്ടത വന്നാൽ അവർ ഇട്ടിട്ട് പോകുകയില്ല. കഷ്ടതയിൽ കൂടെ നിൽക്കുവാൻ. അതാണ് പൗലോസ് ആ ഒനേസിഫോരോസിനെ കുറിച്ച്
പറയുന്നത്, സ്തോത്രം, അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ശുശ്രൂഷകൾ ദൈവരാജ്യത്തിനു വേണ്ടി ചെയ്തതും ത്യാഗം അനുഭവിച്ചതും നടന്നതും കഷ്ടപ്പെട്ടതും ദൈവരാജ്യ നിമിത്തം ദുഷിക്കപ്പെട്ടതും വേദനപ്പെടുത്തതും റിജക്ഷൻ അനുഭവിച്ചതും ഇതിനെല്ലാം എന്തുണ്ട്? ഒരു പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. സ്തോത്രം. കർത്താവിനോട് പറയുന്നു, ഈ മീറ്റിംഗ്, ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ഒരു വലിയ ദൈവമഹത്വം ഈ ഫാസ്റ്റിംഗിൽ ഉടനീളവും ഇത് കഴിഞ്ഞും നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. സ്തോത്രം. അതുകൊണ്ട് മുറിവേറ്റവരുടെ മുറിവുകളെ വെച്ച് കെട്ടുന്ന ഒരു നല്ല അനുഭവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ചില ഡോറുകൾ ദൈവം തുറക്കും. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ നീ വെച്ചിരിക്കുന്ന ചില സബ്ജക്റ്റുകളുടെ ചുരുളുകൾ അഴിയാൻ പോവുകയാണ്. ചില ബ്രേക്ക് ത്രൂ കൽപ്പിക്കാൻ പോവുകയാണ്. അതിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു സീസണാണ് എന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. നിന്റെ ചിന്തയ്ക്കപ്പുറത്ത് രാജ്യങ്ങൾ താണ്ടി കൊണ്ടുപോകുന്ന ഒരു സീസണുണ്ട്. ആ സീസണിലേക്ക് നീ എൻട്രി ചെയ്യാൻ പോവുകയാണ്. ചില ഇൻഹെറിറ്റൻസ്, ചില അവകാശങ്ങൾ നിനക്കുള്ളതിൽ ലഭ്യമായി തീരാൻ പോകുന്നു എന്ന് കർത്താവ് നിന്നെ കുറിച്ച് കാണിക്കുകയാണ്. സ്തോത്രം. നീ തന്നെ ഒരു വലിയ ടെസ്റ്റ് മണി ഈ ദിവസങ്ങളിൽ ഷെയർ ചെയ്യാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തിൽ ചില വേദനയ്ക്കകത്തൂടെ പോയ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിലും ആ വേദനയ്ക്കപ്പുറത്ത് ദൈവം ചില വലിയ വിടുതലുകൾ നിനക്കും തരും. അനേകരുടെ മുറിവുകളെ വെച്ചു കെട്ടാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. സ്തോത്രം. ആമേൻ. വായിക്കുന്നത് ഫിലോമോന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു. സ്തോത്രം. ആമേൻ. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ച നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ഹല്ലേലൂയ. അവിടെ പൗലോസൊരു നല്ല സാക്ഷ്യം വീണ്ടും പറയുന്നു. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ച നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. അവിടെ പ്രാർത്ഥനയിലുള്ള പോരാട്ടം ചിലരുടെ മനസ്സ് തണുക്കാൻ കാരണമാകും. പൗലോസ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ആ പ്രാർത്ഥനയിലുള്ള പോരാട്ടം മനസ്സ് തണുക്കുവാൻ തക്കവണ്ണം കാരണമായി തീരും എന്നവിടെ പറയുന്നു. യുദ്ധത്തിൽ കൂടെ നിന്ന് പോരാടുക. പൗലോസ് സാക്ഷ്യം പറയുന്ന മറ്റു ചിലരുണ്ട്. സ്തേഫാനോസ്, ഫെർത്തോനോസ്തോസ്, ആക്കിയാക്കോസ്. ഇവർ വന്നത് മനസ്സ് തണുപ്പിക്കുവാൻ കാരണമായി എന്നവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവരെല്ലാം പൗലോസിനെ കാണാൻ വന്നപ്പോഴും ഓരോ വ്യക്തികളെ കാണാൻ വന്നപ്പോഴും അവരുടെ എല്ലാം ജീവിതത്തിൽ വളരെ മനസ്സ് തണുത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ മനസ്സ് തണുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പകല് ഒരു വലിയ ദൈവിക വിടുതൽ, ഒരു ദൈവിക പദ്ധതി, ദൈവികമായ മഹത്വം ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ അയക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. മനം തണുക്കേണ്ടതിന്, മനം തണുപ്പിക്കുവാൻ ഒരു ലീലാമ എന്ന് പറയുന്ന ഒരു സിസ്റ്ററുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന 2 പ്രത്യേക സബ്ജക്റ്റുകൾ. ലീലാമ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് വലിയ ചില ദൈവിക വിടുതലുകൾ ദൈവം നിന്റെ കുടുംബത്തിനകത്ത് കൽപ്പിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ മുട്ടുമായി റിലേറ്റഡായി ബന്ധപ്പെട്ട് ചില ഭാരങ്ങൾ, ചില വേദനകൾ കർത്താവ് കാണിക്കും. നീ കേരളത്തിന്റെ മധ്യ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട്
ആമേൻ, ചില പ്രത്യേക ദൈവ പ്രവർത്തികൾ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവുകയാണ്. അത് ദൈവികമായ ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ 2021 ഈ വർഷങ്ങൾ ജീവിതത്തിൽ കുറെ പ്രതിബന്ധങ്ങളിലൂടെ നീ കടന്നുപോയെങ്കിലും ദൈവം ആ ദുഃഖങ്ങളെയെല്ലാം സന്തോഷമാക്കി മാറ്റി തീർക്കാൻ പോകുന്നു എന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. മറ്റുള്ളവരുടെ അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. ഇന്ന് പകൽ മനസ്സ് തണുപ്പിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ, അതിനുവേണ്ടി നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും. ആമേൻ. തണുപ്പിക്കുന്നവനോ തണുപ്പ് കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ തണുപ്പിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തെ തണുപ്പിക്കും. അതൊരു ഉറപ്പായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മാറയും മധുരമാക്കി ദൈവം മാറ്റുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് ഓർപ്പിക്കുന്നു. ആമേൻ, സ്തോത്രം. ഒരു വർഗീസിന്റെ കുടുംബത്തിനകത്ത് മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ദുബൈയുമായി ബന്ധപ്പെട്ട ഒരു വർഗീസിന്റെ കുടുംബത്തിനകത്ത് അവരുടെ ജോലിയോട് ബന്ധപ്പെട്ട് ദൈവികമായ ചില നന്മയുടെ ഉറവകൾ ദൈവം അവർക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകും. ആ കുടുംബത്തിനകത്ത് ബിനു എന്ന് പേരുള്ള ഒരു വ്യക്തിയെ ദൈവം കാണിക്കുന്നു. റാബാല സീഖാലാബ. ഇതൊരു ദൈവികമായ വലിയ പദ്ധതിയുടെ ആമേൻ പ്രമോഷണൽ പീരീഡ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നു. ഒരു വലിയ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചെയ്തെടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? സെബാസ്റ്റ്യൻ എമ്മിൽ കേൾക്കാമോ? കർത്താവ് ആ വ്യക്തിയോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ദൈവം മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പം നിർത്തിയാലും ഒരു വലിയ ഷിഫ്റ്റിങ് ദൈവം തരാൻ പോകും. ചില പുതിയ രാജ്യങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കാൻ പോകുന്നു. കർത്താവിനെ വലിയ തണുപ്പുള്ള ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് നിനക്ക് വേണ്ടി ഒരു പേപ്പർ വർക്ക് ദൈവം നിനക്ക് വേണ്ടി നടത്തും. ഭാവിയിൽ കർത്താവിനെ ചില എക്സാമുകൾ നീ എഴുതുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിന്റെ ജീവിതം, നിന്റെ കുടുംബം, ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ വലിയൊരു ബ്ലെസ്സിങ്, ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുന്നു. റമന ദിൽഖന ജഗസിയാജ. നാട്ടിലുള്ള നിന്റെ ഫാമിലിയിലും ചില പ്രതിബന്ധങ്ങൾ ഇട്ട് അലട്ടുവാൻ നിൽക്കുമ്പോൾ അവിടെയും ചില ബ്രേക്ക് ത്രൂ കൽപ്പിക്കപ്പെടുന്നു. അവിടെയും ചില കാര്യങ്ങളിലുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. ദൈവം അതിനകത്ത് ഒരു വലിയ വിടുതൽ കൽപ്പിക്കും. നിന്റെ ലൈഫിൽ ആമേൻ ജോലി മാത്രമല്ല, കർത്താവ് നിന്നിലൂടെ ഒരു മിഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ എവിടെ ചെന്നാലും നീ വർക്ക് ചെയ്യുന്ന പോലെ ദൈവം നിന്നെ നടത്താൻ പോവുകയാണ്. നിന്റെ പാസ്പോർട്ടിൽ 2 രാജ്യത്തെ വിസകൾ സ്റ്റാമ്പ് ചെയ്യും. കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവനോ തണുപ്പ് പ്രാപിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് കയറിയ ചില കുടുംബങ്ങൾക്കകത്ത്
വിവാഹത്തോട് ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് ഹിന്ദുമാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരിയുടെ മേൽ ദൈവം വലിയൊരു ബ്രേക്ക് ത്രൂ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കരം ചലിപ്പിക്കപ്പെടുന്നു. കർത്താവേ, ഇപ്പോൾ ഈ കടന്നു വന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ, ഒരു വലിയ മിറക്കിൾ ദൈവമേ അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എൽക്കാബോധ് ഫാമിലി യൂട്യൂബ് ചാനൽ ഒരു വലിയ ബ്ലെസ്സിങ് ആക്കി ദൈവം മാറ്റണമേ. അങ്ങയുടെ മഹിമ വെളിപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ കർത്താവെ യൂട്യൂബ് ചാനലിൽ കാണുന്നവരും എല്ലാം ബ്ലസ്സഡ് ആകണം. ഇതിനകത്തുനിന്ന് ചില പ്രൊഡക്റ്റീവ് സീഡുകൾ പുറത്തു വരട്ടെ കർത്താവെ. ജഗസിയാജ ഒരു ആൽഫിയുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ വ്യത്യസ്തമായ റൂട്ടിലേക്ക് ദൈവം നയിക്കാൻ പോകുന്നു. ഈ ഗ്രൂപ്പിനകത്തിരിക്കുന്ന പല കുടുംബങ്ങളിലും മുറിവുകൾ തണുപ്പിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലരെ വേർതിരിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവർ മറ്റുള്ളവരെ തണുപ്പിക്കുന്നവരായി തീരട്ടെ. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Thank you, Jesus. Hallelujah. Hallelujah. താങ്ക് യു പാസ്റ്റർ ജെൻസൺ. ഒന്ന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.